അക്ഷയ എന്റർപ്രണർ പരീക്ഷാ കേസ് ഹൈക്കോടതിയിൽ പുതിയ അപ്ഡേറ്റ്. അക്ഷയ സംരംഭകരുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി കേസിൽ പുതിയ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നു. ഓൾ കേരള അക്ഷയ എന്റർപ്രൈസ് കോൺഫെഡറേഷൻ കേരള സർക്കാരിനെതിരെ നൽകിയ WPC 11-070/2026 കേസിലാണ് നിലവിലെ സ്ഥിതി. ഈ കേസ് കേരള ഹൈക്കോടതിയിൽ രജിസ്റ്റർ ചെയ്തത് 2026 മാർച്ച് 18-നാണ്. കേസ് രജിസ്ട്രേഷൻ തീയതി മാർച്ച് 19 ആണ്. കേസിന്റെ CNR നമ്പർ KLH 01-023555-2026 ആണ്. ഈ കേസിൽ ഹർജിക്കാരൻ ഓൾ കേരള അക്ഷയ എന്റർപ്രൈസ് കോൺഫെഡറേഷൻ ആണ്. എതിർകക്ഷികൾ കേരള സർക്കാർ സെക്രട്ടറി, ഡയറക്ടർ എന്നിവരാണ്. നിലവിൽ കേസ് അഡ്മിഷൻ സ്റ്റേജിലാണ്, അതായത് കേസിന്റെ പ്രാഥമിക പരിഗണന ഘട്ടത്തിലാണ്. കേസ് പരിഗണിക്കുന്നത് ജസ്റ്റിസ് ബേച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ്. 2026 മാർച്ച് 23-ലെ കോടതി നടപടി കേസിൽ കോടതി നൽകിയ സ്റ്റാറ്റസിൽ അഡ്മിറ്റ് GP ടേക്സ് നോട്ടീസ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം കോടതി ഹർജി പരിഗണനയ്ക്ക് സ്വീകരിച്ചു. സർക്കാരിന്റെ ഭാഗത്തുള്ള ഗവൺമെന്റ് പ്ലീഡർ കേസ് സംബന്ധിച്ച് നോട്ടീസ് സ്വീകരിച്ചു എന്നാണ്. 2026 മെയ് 12-ലെ പ്രധാന ഉത്തരവ്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടക്കാല ഉത്തരവ് മെയ് 12-നാണ് വന്നത്. കോടതി വ്യക്തമാക്കിയത് ബന്ധപ്പെട്ട പരീക്ഷാ നടപടികൾ തുടരാം, എന്നാൽ ഹൈക്കോടതിയുടെ അനുമതി ലഭിക്കാതെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കരുത് എന്നാണ്. അതായത് പരീക്ഷ നടത്തുന്നതിന് കോടതി തടസ്സം വെച്ചിട്ടില്ല, എന്നാൽ ഫലം പ്രഖ്യാപിക്കാൻ കോടതി അനുമതി ആവശ്യമാണ്. തുടർന്നുള്ള കോടതി നടപടികൾ. 2026 മെയ് 22-ന് കേസുമായി ബന്ധപ്പെട്ട് മറ്റ് കേസുകളോടൊപ്പം ജൂൺ 5-ന് പരിഗണിക്കാൻ മാറ്റിവെച്ചു. ജൂൺ 5-ലെ സ്റ്റാറ്റസ് പെറ്റീഷണർ സീക്സ് ടൈം പോസ്റ്റ് ഓൺ 29/6/2026 എലോങ് വിത്ത് കണക്റ്റഡ് കേസസ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അർത്ഥം ഹർജിക്കാരന്റെ ഭാഗം കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കേസ് മാറ്റിവെച്ചു എന്നാണ്. ജൂൺ 19-ലെ പുതിയ അപ്ഡേറ്റ്. കേസ് വീണ്ടും മാറ്റിവെച്ച് ബന്ധപ്പെട്ട മറ്റ് കേസുകളോടൊപ്പം 2026 ജൂലൈ 17-ന് പരിഗണിക്കാൻ തീരുമാനിച്ചു. റീസൺ അഡ്ജേൺഡ്, അതായത് കേസ് ഇപ്പോഴും തുടരുകയാണ്. കേസിലെ IA അപേക്ഷകൾ. കേസിൽ വിവിധ ഇടക്കാല അപേക്ഷകളും നൽകിയിട്ടുണ്ട്. IA-1/2026 കോടതി നിർദ്ദേശം ആവശ്യപ്പെട്ടുള്ള അപേക്ഷ. IA-2/2026 അധിക രേഖകൾ സമർപ്പിക്കുന്നതിനുള്ള അപേക്ഷ. IA-3/2026 കേരള ഹൈക്കോർട്ട് ആക്ട് സെക്ഷൻ 8 പ്രകാരമുള്ള അപേക്ഷ. IA-4/2026 വിജയകുമാർ എന്ന വ്യക്തിയെ കേസിൽ ഉൾപ്പെടുത്തുവാനുള്ള അപേക്ഷ. ഇവ ഇപ്പോൾ പെൻഡിംഗ് നിലയിലാണ്. ഒബ്ജക്ഷൻ സ്റ്റാറ്റസ്. കേസിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന കോടതി പരിശോധന കുറവുകൾ പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓൾ ഒബ്ജക്ഷൻസ് ആർ കംപ്ലൈഡ് എന്നാണ് കാണിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അക്ഷയ പരീക്ഷ നിയമനവുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോഴും കേരള ഹൈക്കോടതിയിൽ തുടരുകയാണ്. കോടതി പരീക്ഷ നടത്താൻ അനുവദിച്ചിട്ടുണ്ട്. ഫലം പ്രസിദ്ധീകരിക്കാൻ കോടതി അനുമതി വേണം. ഇതുവരെ അന്തിമ വിധി വന്നിട്ടില്ല. അടുത്ത പ്രധാന പരിഗണന, അതായത് അടുത്ത ഹിയറിംഗ് ഡേറ്റ് 2026 ജൂലൈ 17 ആണ്. കേസിന്റെ പുതിയ ഉത്തരവുകൾക്കായി ഔദ്യോഗിക ഹൈക്കോടതി വിവരങ്ങൾ പരിശോധിക്കുക. ഇത്തരത്തിലുള്ള സർക്കാർ ജോലി, പരീക്ഷ, കോടതി അപ്ഡേറ്റുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.